നമസ്കാരം. നാടിന്റെ നാവുന്നേര് നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ തുളസി. ഇന്ന് നമ്മളൊരൊറ്റ വാർത്തയെ കൊടുക്കുന്നുള്ളൂ. കാരണം അത് നമ്മളെ ഭിന്നശേഷി കുട്ടികളുടെ പതക്കിന്റെ ജില്ലാ പഠന ക്യാമ്പിന്റെ വാർത്തയാണ്. അത്രയും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കൊടുക്കാൻ കാരണം സമൂഹം വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ടതാണ്. ഞാൻ പത്രത്തിലൊക്കെ വരുന്ന ഒരു സമയത്ത് 10-25 വർഷം മുമ്പൊക്കെ ഇത്തരം കുട്ടികളോട് സമൂഹം കാണിച്ചിരുന്ന വളരെ നെഗറ്റീവായ ഒരു വലിയ മനോഭാവമായിരുന്നു. അതൊക്കെ മാറി. മാത്രമല്ല ഇപ്പോൾ ഈ സമയത്ത് ഈ പരിപാടി കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് ബാബുരാജ് സാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ബാബുരാജ് സാർ, അദ്ദേഹമാണ് ഇതിന്റെ കമ്മീഷണർ. അതേപോലെ ഒരു സാധാരണ സൗമ്യനായ ഇവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കമ്മീഷണറെ ഞാൻ കണ്ടിട്ടില്ല. ഉദ്യോഗസ്ഥരെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരുടെ പലരുടെയും ജാട കണ്ട ഇങ്ങനെയാണോ ചെയ്തൊരു വളരെ അപവാദമാണ്. വളരെ നല്ല മനുഷ്യൻ ഈ കുട്ടികളെയും അവരുടെ കുടുംബത്തെയും വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. ഒരു പ്രതീക്ഷയുണ്ട്. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. സർക്കാർ ഭിന്നശേഷിക്കാർക്ക് ഒപ്പമെന്ന് MLA. LDF സർക്കാർ ഭിന്നശേഷിക്കാർക്കൊപ്പമാണെന്ന് നൌഷാദ് MLA. പാരന്റ്സ് അസോസിയേഷൻ ഓഫ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് കമ്മ്യൂണിറ്റി പതക് ജില്ലാ നേതൃത്വ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. ജില്ലാ പ്രസിഡന്റ് നവാസ് പരവിള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി സോന കൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് വിനിതകുമാരി, ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ O അബ്ദുൽ മുത്തലിഫ്, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി, മാധ്യമം റീജിയണൽ മാനേജർ B ജയപ്രകാശ്, അസിസിയ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ അനസ് അസീസ്, നാഷണൽ റൂറൽ ഫൗണ്ടേഷൻ ചെയർമാൻ M അൻസറുദ്ദീൻ, TKM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അൻവർ മുഹമ്മദ്, ഹെഡ്മിസ്റ്റർ സജി MS, ഭാഗ്യ ജുവലേഴ്സ് ഡയറക്ടർ കാർത്തിക്, പതക് സംസ്ഥാന പ്രസിഡന്റ് PO ദേവസ്യ, ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ നായർ, ട്രഷറർ വിക്രമൻ പിള്ള, ജില്ലാ ഭാരവാഹികളായ ജാസ്മിൻ ഷാം, അനുപമ തുമ്പോട്, അനീഷ് ഏരൂർ, ബുഷ്ര ബീഗം, സിറാജുദ്ദീൻ കുമിൾ, ജയചന്ദ്ര ബാബു, സുനു ജോസഫ്, സുബിന ഷാൻ, അഡ്വക്കേറ്റ് ദീവ, ആശ അജികുമാർ, നജിയ ഹംസ, രാജൻ ലാൽ എന്നിവർ സംസാരിച്ചു. രാവിലെ നടന്ന പതക് ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. മുർഷിദ് ചിങ്ങോലി, പിതിൽ TC എന്നിവർ ക്യാമ്പ് മോട്ടിവേഷൻ ക്ലാസുകൾ നയിച്ചു. ഭിന്നശേഷി കുട്ടികളായ SSLC +2 വിജയികൾക്ക് NK പ്രേമചന്ദ്രൻ MP ആദരവുകൾ നൽകി.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശ ഉദ്യോഗസ്ഥന്മാരെ ചാർജ് കിട്ടാൻ വേണ്ടി സിംഗിൾ ബെഞ്ചിൽ കൊണ്ടുപോകുന്നു. ഗവൺമെന്റ് പറയുന്നു, ഡിവിഷൻ ബെഞ്ചിൽ പോയി ഗവൺമെന്റ് പറയുന്നു, അദ്ദേഹം സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി വിധിച്ചു ഭിന്നശേഷിക്കാർക്കെതിരായിട്ട് അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഗവൺമെന്റ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ നടപടി എടുക്കാൻ സുപ്രീം കോടതി തയ്യാറാണ്. സുപ്രീം കോടതി കിട്ടുന്നത് നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഈ പറയുന്ന ഭിന്നശേഷിക്കാരനായ അംഗബന്ധിതനായ ഡോക്ടറെ അഡീഷണൽ RMO ആയിട്ട് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയായ IAS ഉദ്യോഗസ്ഥൻ ശ്രീ രാജൻ കുബ്രകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതി എടുത്തിട്ട് ഗവൺമെന്റ് ഓർഡർ കൊടുത്തു. നാളെ 5 മണിക്കപ്പുറം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം 3 ആകുമ്പോഴേക്കും ഉത്തരവിറങ്ങി ആ ഡോക്ടറെ ഇവിടെ തിരുവനന്തപുരത്ത് അഡീഷണൽ RMO ആയിട്ട് PMO ആയിട്ട് പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വിഷയം വന്നപ്പോൾ ആ യൂണിവേഴ്സിറ്റി ഞാൻ കണ്ടത് ടീച്ചറെ ഞാൻ പറഞ്ഞു അവതരിപ്പിച്ചു നടത്താൻ വേണ്ടി. ഞാൻ ഈ ദിവസം പോയപ്പോൾ ഡൽഹിക്ക് പോയപ്പോൾ പറഞ്ഞു പറഞ്ഞു അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഭിന്നശേഷിക്കാർ പ്രത്യേകിച്ചും വിദ്യാഭ്യാസമുള്ള നമ്മുടെ മക്കളെ സംബന്ധിച്ച് അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നാണ് കഴിഞ്ഞത് ഞാൻ പറഞ്ഞു വെച്ചാൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ അവസാനം താഴെ ഒപ്പിട്ട് പറയുന്നത് ഈ കുട്ടി ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് വേണ്ടതിന് കൊള്ളില്ല, ഇത് ഞങ്ങൾ ഇട്ടതാണെങ്കിൽ പോലും അത് ഇടാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് കുഞ്ഞിനെ കുറിച്ച് നമ്മുടെ ഒരു മോശക്കാരനാകുന്ന രീതിയിലേക്ക് പോകുന്ന ചില സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത് അവിടെ എല്ലാം തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു കാര്യം നമുക്കുണ്ട്. ഒറ്റ പോയിന്റ് പറയുന്നത് എന്താ പോരാണ് നമ്മുടെ ഭിന്നശേഷി വൈകിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പബ്ലിക് സർവീസ് കമ്മീഷനില് 4% സംവരണമുണ്ട്. ഒന്നാമത് വിശ്വരീ ഗവൺമെന്റ്, രണ്ടാമത് കേരള ഗവൺമെന്റ്. നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ? സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകളിൽ ചേരൂ. SSLC +2 മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണൂസിൽ ആരംഭിച്ചിരിക്കുന്നു. +1 9-8 ക്ലാസുകളിലെ സെർവൻ ക്ലാസുകൾ, നൈറ്റ് ക്ലാസ്, ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിംഗ് 2025 ഏപ്രിൽ 2 ആരംഭിക്കുന്നു. +2 പ്രാക്ടിക്കൽ ക്ലാസുകൾ 2025 ഏപ്രിൽ 1 ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ വിജയം ഇനി വേണൂസിലൂടെ സ്വന്തമാക്കാം. നമ്പർ 1 റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ്. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ നിർമ്മിച്ചിട്ടുള്ള 18ാമത്തെ സിനിമ ഞാൻ ഈ വരുന്ന 31 ശനിയാഴ്ച ഉച്ചയ്ക്ക് 3:30 ആശുപത്രിയിലുള്ള വേണൂസ് കോളേജിൽ അതിൻ്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസ് നടക്കും. ആ പരിപാടിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരുടെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും എത്തിച്ചേരും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.